കലോത്സവ വിശേഷങ്ങളിലെ മറ്റ് റിപ്പോർട്ടുകൾ നോക്കാം. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ സ്വാഗതഗാനത്തിന്റെ നൃത്തശില്പം വിവാദത്തിൽ. ഇളം തലമുറകളുടെ മനസ്സിലേക്ക് ഇസ്ലാം ഭീതി സൃഷ്ടിക്കാൻ ശ്രമമുണ്ടായപ്പോൾ സംഘാടകരോട് ആരും തിരിഞ്ഞു നിന്ന് ചോദിക്കാൻ ഉണ്ടായിരുന്നില്ലെന്ന് മുൻ വിദ്യാഭ്യാസ മന്ത്രി PK അബ്ദുറബ്ബ് കുറ്റപ്പെടുത്തി. അതേസമയം സംഭവത്തിൽ പരാതിയുണ്ടെങ്കിൽ പരിശോധിച്ച് നടപടിയെടുക്കുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടിയും വ്യക്തമാക്കി. 61ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ സ്വാഗതഗാനത്തിന്റെ നൃത്ത ചിത്രീകരണത്തിനെതിരെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി PK അബ്ദുറബ്ബ് തന്റെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് ആരോപണം ഉന്നയിച്ചത്. കോഴിക്കോട് മുജാഹിദ് സമ്മേളനത്തിൽ വെച്ച് മഴു ഓങ്ങി നിൽപ്പുണ്ട്, അതിന് ചുവട്ടിലേക്ക് ആരും കഴുത്ത് നീട്ടിക്കൊടുക്കരുത് എന്ന് മുഖ്യമന്ത്രി പ്രസംഗിച്ചിരുന്നു. എന്നാൽ അതേ കോഴിക്കോട് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിലാണ് സ്വാഗതഗാനത്തോടൊപ്പമുള്ള വിവാദ നൃത്ത ചിത്രീകരണം നടന്നതെന്ന് അബ്ദുറബ്ബ് ഫേസ്ബുക്കിൽ കുറിച്ചു. തീർത്തും മുസ്ലിം വേഷധാരിയായ ഭീകരവാദി എന്ന് തോന്നിപ്പിക്കും വിധത്തിൽ പട്ടാളം വന്ന് യുവാവിനെ കീഴ്പ്പെടുത്തുന്നതായിരുന്നു രംഗമെന്ന് അബ്ദുറബ്ബ് ആരോപിച്ചു. ഇസ്ലാമോഫോബിയ പരത്തുന്ന ഈ രംഗമുണ്ടായിട്ടും ആരും പ്രതികരിച്ചില്ലെന്നും അദ്ദേഹം തന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ വിമർശിച്ചു. അതേസമയം സ്ക്രീനിംഗ് സമയത്ത് മത്സരാർത്ഥികൾ വേഷം ധരിക്കാതിരുന്നതിനാൽ ഇത്തരമൊരു രംഗം ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ലെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടി ആരോപണത്തിന് മറുപടിയായി പറഞ്ഞു. സർക്കാരിന് സങ്കുചിത മനോഭാവമില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇതിലൊന്നും ഞങ്ങൾ സംഘാടക സമിതിയെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിലെ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം, വിദ്യാഭ്യാസ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലുള്ള സങ്കുചിത മനോഭാവവും ഇല്ല. അതിൽ വേറെ എന്തെങ്കിലും ഞങ്ങൾ കാണാത്ത സങ്കുചിത മനോഭാവം ഉണ്ടെന്ന് ആർക്കെങ്കിലും ബഹുമാനപ്പെട്ട വ്യക്തികൾ തോന്നിയിട്ടുണ്ട്, അത് പരിശോധിക്കാം. അതിനിടെ നൃത്തവേദികളിൽ കോഡ് നമ്പർ വിളിച്ചിട്ടും മത്സരാർത്ഥികൾ എത്താൻ വൈകുന്നതായി പരാതി ഉയർന്നതോടെ നടപടി സ്വീകരിക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചു. തുടർച്ചയായി 3 തവണ കോഡ് നമ്പർ വിളിച്ചിട്ടും എത്താത്ത വിദ്യാർത്ഥികളെ അയോഗ്യരാക്കാനാണ് തീരുമാനം. റിയാസ് KMR, ടീം കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.